കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരു ഡിഫറൻറ്റ് ബേസ്ഡ് ആണ്. അവരാദ്യം ഒരു പ്രോമിസിങ് സ്റ്റാർട്ട് തരും, പിന്നീട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ റെമഡീസ് കൊണ്ടുവന്ന് അത് കറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഈ സീസണിലും നമ്മളത് കണ്ടതാണ്. ഇനിയിപ്പോൾ 2 മത്സരങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ സീസൺ അവസാനിക്കും. അടുത്ത സീസണുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുകയാണ്. ഓൾറെഡി തന്നെ ക്ലബിൻ്റെ സൈഡിൽ നിന്നും അത്തരത്തിലുള്ള പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മാനേജ്മെൻറ്റ് വ്യക്തമാക്കിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത സീസണുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്ലബിൻ്റെ സൈഡിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. CEO പോസ്റ്റിലേക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്നും മന്ദാറെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ ഒരു വശത്തുകൂടി നടക്കുന്നു. മാർക്കസ് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രോമിസിംഗ് യങ് പ്ലെയർ നമ്മളുമായിട്ട് കരാർ 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഓൾറെഡി തന്നെ 2 യുവതാരങ്ങളെ സീനിയർ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരടുത്ത 2 മത്സരങ്ങളും സ്ക്വാഡിനൊപ്പം ഉണ്ടാവും. തൊച്ചം സിംഗും ഹൗഡമയൻ വായ്പോയുമാണ് ആ 2 താരങ്ങൾ. 2 പേരും പ്രോമിസിംഗ് താരങ്ങളാണ്. തൊച്ചം ഡിഫൻഡറും വായ്പ സ്ട്രൈക്കറുമാണ്. റിസർവ് ടീമിൽ 2 പേരും മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക.